അസ്സലാമു വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഓൺലൈൻ മദ്രസ ക്ലാസ്സിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് മദ്രസ ഓൺലൈൻ ക്ലാസ് ലഭ്യമാകുന്നത് 3 സംവിധാനത്തിലൂടെയാണ്. ഒന്ന്, സമസ്ത ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയും, മറ്റൊന്ന് പ്ലേ സ്റ്റോറിൽ സമസ്ത ഓൺലൈൻ എന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലൂടെയും, ദർശന TV എന്ന ചാനലിലൂടെയും. ഇങ്ങനെ 3 സംവിധാനത്തിലൂടെ നമുക്ക് ക്ലാസ്സുകൾ ശ്രവിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് യൂട്യൂബിലൂടെ ക്ലാസ് കാണുന്നവർ എങ്ങനെ അറ്റൻഡൻസ് രേഖപ്പെടുത്തും എന്ന് പരിശോധിക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബ് സെലക്ട് ചെയ്യുക. യൂട്യൂബ് സെലക്ട് ചെയ്ത് അതിൻ്റെ സെർച്ച് ബാറിൽ സമസ്ത ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്നതാണ് സമസ്ത ഓൺലൈൻ യൂട്യൂബ് ചാനൽ. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഏത് ക്ലാസ് ആണോ നമുക്ക് ആവശ്യമുള്ളത് ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഉദാഹരണം 4ാം ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ക്ലാസ് പൂർണ്ണമായും കേട്ടതിന് ശേഷം വീഡിയോയുടെ തൊട്ട് താഴെ വലത് സൈഡിലായി ഒരു ആരോ കീ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് വരുമ്പോൾ അറ്റൻഡൻസ് ലിങ്ക് എന്ന് കാണാം. അതിന് താഴെയുള്ള ബ്ലൂ കളർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള ഒരു പേജ് ഓപ്പണായി വരും. അതിൽ കുറച്ച് ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. വിദ്യാർത്ഥി നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥിയുടെ പേര്, നെയിം ഓഫ് ഫാദർ, പിതാവിൻ്റെ പേര്, കോണ്ടാക്റ്റ് നമ്പർ, സബ്ജക്റ്റ് ഏതാണോ സബ്ജക്റ്റ്, പാർട്ട് എത്രാം ഭാഗമാണ്, ഏത് ക്ലാസ്സാണ്, ഡിവിഷൻ ഏതാണ്, മദ്രസ രജിസ്റ്റർ നമ്പർ. ഉദാഹരണം, ഞാനൊരു വിദ്യാർത്ഥിയുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നു. പിതാവിൻ്റെ പേര്, കോണ്ടാക്റ്റ് നമ്പർ, സബ്ജക്റ്റ്, പാർട്ട്, ക്ലാസ്, ഡിവിഷൻ എയും ബിയും ഡിവിഷൻ ഉള്ളതാണെങ്കിൽ അതുപോലെയും, അല്ല എങ്കിൽ ഒറ്റ ഡിവിഷനേ ഉള്ളൂവെങ്കിൽ എ എന്ന് ടൈപ്പ് ചെയ്യുക. കാരണം നമ്മൾ ആ കോളം ഫില്ല് ചെയ്തില്ലെങ്കിൽ നമുക്കിത് സബ്മിറ്റ് ചെയ്യാൻ സാധ്യമല്ല. പിന്നെ നമ്മുടെ മദ്രസയുടെ രജിസ്റ്റർ നമ്പർ. ഓരോ മദ്രസയ്ക്കും രജിസ്റ്റർ നമ്പർ ഉണ്ട്. ഞാനിവിടെ ഒരു മദ്രസയുടെ രജിസ്റ്റർ നമ്പറാണ് നൽകിയത്. ഇതുപോലെ ഈ വീഡിയോ കാണുന്നവർ അതാത് മദ്രസകളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. ശേഷം ഡീറ്റെയിലൊക്കെ ചെക്ക് ചെയ്യുക. സബ്മിറ്റ് ഡാറ്റ.
അപ്പോൾ ഓൺലൈൻ ക്ലാസ് സമസ്ത ഇൻഫോ സേസ് അറ്റൻഡൻസ് സേവ്ഡ് എന്ന് പറയും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്, അറ്റൻഡൻസ് സേവ് ആയിട്ടുണ്ട്, നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആപ്ലിക്കേഷനിലൂടെ ക്ലാസ് കാണുന്നവർ എങ്ങനെ അറ്റൻഡൻസ് രേഖപ്പെടുത്താം. പ്ലേ സ്റ്റോറിൽ നിന്ന് സമസ്ത ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക. ഈ മുകളിൽ കാണുന്നതാണ് സമസ്ത ഓൺലൈൻ മദ്രസ എന്ന ആപ്ലിക്കേഷൻ. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഓപ്പൺ കാണിക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്യാത്തവർ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഇൻസ്റ്റാൾ കാണിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ഓപ്പൺ ചെയ്ത് ഏത് ക്ലാസ്സാണോ നമുക്ക് വേണ്ടത് ആ ക്ലാസ്സിലെ വീഡിയോ സെലക്ട് ചെയ്ത് ക്ലാസ് കേട്ടതിന് ശേഷം ഏറ്റവും മുകളിൽ ഇടത് സൈഡിലായിട്ട് കാണുന്ന 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. അതിൽ 4ാമത്തെ ഓപ്ഷൻ അറ്റൻഡൻസ് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് അറ്റൻഡൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലത്തെ പേജ് ഓപ്പണായി വരും. അതിൽ ഈ പറയപ്പെട്ട ഡീറ്റെയിലൊക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ഹാജർ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ടി വിയിലൂടെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതിൻ്റെ അറ്റൻഡൻസ് നമുക്ക് എങ്ങനെ രേഖപ്പെടുത്താൻ കഴിയും? അതും നമ്മൾ വിഷമിക്കേണ്ടതില്ല. ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ കണ്ടതുപോലത്തെ പേജ് ഓപ്പണായി വരും. അതിൽ ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈയൊരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.